റവ വെച്ച് വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റായോ ഈവനിങ് സ്നാക്കായോ നമുക്ക് കഴിക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് റവ ഞാൻ എടുത്തിട്ടുണ്ട്. 125 ml കപ്പിൽ ഒരു കപ്പ് റവയാണ്. ഇനി അതിലേക്ക് നല്ല തിളക്കുന്ന 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ റവ എടുത്ത് അതേ കപ്പിലാണ് ഈ വെള്ളം എടുത്തിട്ടുള്ളത്. വെള്ളം ഒരിക്കലും കൂടരുത്. ഇനി ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയത്തേക്ക് ഇത് അടച്ച് വെക്കണം. ആ സമയത്ത് റവ നന്നായി തന്നെ കുതിർന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാം ഇതിനു വേണ്ടി. ഇനി ഇതേ കപ്പിൽ 1/4 കപ്പ് തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 4 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഉണക്കമുളകാണ്. നല്ല എരിവുള്ള ഉണക്കമുളക് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഈ എരിവും ചെറിയൊരു മധുരവും കൂടി ആകുമ്പോഴാണ് ഈ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുക്കാം. നമുക്കിതൊരു കറി ഇല്ലാണ്ടും കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ റവയുടെ മിക്സിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കണം. റവ നന്നായി തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. വെള്ളം കൂടിയാൽ നമുക്ക് ഇതുപോലെ കിട്ടില്ല. അപ്പോൾ വെള്ളം അഥവാ നിങ്ങൾക്ക് ഒഴിക്കുമ്പോൾ കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് റവ ചേർത്ത് കൊടുക്കരുത് നിങ്ങളൊരിക്കലും. ഇനി ഈ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി തന്നെ കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം തന്നെ യോജിപ്പിച്ചതിന് ശേഷം നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്ത് ഇത് ഉരുളകളാക്കി മാറ്റിയെടുക്കാം. നമുക്ക് ഇത് നന്നായി തന്നെ കുഴച്ച് യോജിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ പരത്തിയതിന് ശേഷം നമ്മുടെ ചപ്പാത്തി മേക്കറിൽ പ്ലാസ്റ്റിക് വെച്ചും പരത്തിയെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഇല വെച്ച് പരത്തിയാലും മതി. ഞാൻ ഇതിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അധികം തിന്നായി പരത്തരുത്. ഇത് ഇലയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കയ്യിൽ വെച്ച് തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. കൈ വെച്ച് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു വണ്ണത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഇത് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കണം. കുറച്ച് സമയം ഇതുപോലെ അനക്കാതെ വെക്കണം. അത് പൊങ്ങി വരുമ്പോൾ നമുക്ക് എണ്ണ ഇതുപോലെ തൂവിക്കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു പലഹാരം തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. രാവിലെ വേണമെങ്കിൽ നമുക്കിതൊരു സാമ്പാറിൻ്റെ കൂടെയോ ചട്നിയുടെ കൂടെയോ കഴിക്കാം. അല്ലാതെ നമുക്ക് വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്നത് ട്രൈ ചെയ്യണേ. എന്നാൽ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.